നമസ്കാരം. 2026 കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഇന്നത്തെ ക്ലാസ്സിൽ മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, അതെല്ലാം പഠിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സ് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ നിന്ന് ലഭ്യമാകും. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങളടുത്ത് സൂചിപ്പിക്കാനുള്ളത്, ആസ്ഥ അക്കാഡമി അടുത്ത കാലത്ത് പ്രസിദ്ധപ്പെടുത്തിയ ചില പുസ്തകങ്ങളാണ്. ധനതത്വശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുസ്തകമാണ് അത്. 10th ലെവൽ, +2 ലെവൽ, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. സിലബസ് അനുസരിച്ച് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വായിച്ച് പഠിക്കാൻ പറ്റുന്ന പുസ്തകം. അതുപോലെ തന്നെ എല്ലാ പരീക്ഷകളുടെയും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സുപ്രധാന നിയമങ്ങൾ. വളരെ ലളിതമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതുപോലെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ടൊരു പുസ്തകം ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചാണ്. മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു തരും. വളരെ ചെറിയ പുസ്തകങ്ങളാണ്, പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പുസ്തകങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഒരു കാരണവശാലും പേയ്മെൻറ്റ് ഏതെങ്കിലും നമ്പറിലോട്ട് ഗൂഗിൾ പേ ചെയ്യരുത്. അതുപോലെ QR കോഡ് വഴി ഈ പറഞ്ഞ ഒരു കാരണവശാലും പേയ്മെൻറ്റ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമിക്ക് ഒരു UPI ID ഉണ്ട്. ആ UPI ID വഴി വേണം പേയ്മെൻറ്റ് ചെയ്യാൻ. QR.aastac@sib എന്നുള്ളതാണ് UPI ID. അതുവഴി മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ. അല്ലാതെയുള്ള നിങ്ങളുടെ പേയ്മെൻറ്റിന് ആസ്ഥ അക്കാഡമി ഉത്തരവാദി ആയിരിക്കത്തില്ല എന്നുകൂടി അറിയിക്കുകയാണ്. അപ്പോൾ പുസ്തകം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ നമ്പറിലോട്ട് വിളിക്കുക, വാട്സപ്പ് ചെയ്യുക. അഥവാ വിളിച്ചാൽ എടുത്തില്ല എങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ഞങ്ങൾ തിരിച്ച് കോൺടാക്റ്റ് ചെയ്തോളാം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, 2026 ഏപ്രിൽ മാസത്തിൽ 16ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. അതിൻ്റെ ഫലം വന്നപ്പോൾ 10 വർഷത്തിന് ശേഷം 100-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് UDF അധികാരത്തിൽ തിരിച്ചു വന്നു. VD സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: VD സതീശൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? VD സതീശൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് ചോദിച്ചാൽ 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. എത്രാമത്തെ? 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ VD സതീശൻ കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് എന്ന് ചോദിച്ചാൽ 13ാമത്തെ വ്യക്തിയാണ്. എത്രാമത്തെ വ്യക്തിയാണ്? 13ാമത്തെ വ്യക്തി. ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകും. 24ാമത്തെ മുഖ്യമന്ത്രി, 13ാമത്തെ വ്യക്തി, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നൊരു സംശയം വരും. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് അത് K കരുണാകരനാണ്. 4 തവണ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതുപോലെ EK നായനാർ 3 തവണ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 7 തവണ സത്യപ്രതിജ്ഞയുടെ കാര്യം പറഞ്ഞു അല്ലേ? പക്ഷെ 2 പേരേ ഉള്ളൂ. അപ്പോൾ VD സതീശൻ 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. അതേസമയം എത്രാമത്തെ വ്യക്തിയാണ്? 13ാമത്തെ വ്യക്തിയാണ്. ആ ഒരു രീതിയിലാണ് അങ്ങനെ പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, VD സതീശൻ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. പറവൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ അവിടെ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. എറണാകുളം ജില്ലയിൽ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തി. എറണാകുളം ജില്ലയിൽ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാലും ആരാണ്? VD സതീശനാണ്. അതുപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ നിയമസഭയിൽ, അതായത് 15ാം കേരള നിയമസഭയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. ഇപ്പോഴത്തെ നിയമസഭയിൽ 16ാം കേരള നിയമസഭയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അല്ലേ? പ്രതിപക്ഷ നേതാവായിരുന്നു, പിന്നീട് മുഖ്യമന്ത്രിയായ
മൂന്നാമത്തെ വ്യക്തിയാണ് വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവായിരുന്നു, പിന്നീട് മുഖ്യമന്ത്രിയായ മൂന്നാമത്തെ വ്യക്തിയാണ് വി ഡി സതീശൻ. ആദ്യമായിട്ട് ആ ഒരു രീതിയിൽ വരുന്നത് കെ കരുണാകരനാണ്. കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവായിരുന്നു, പിന്നീട് കേരളത്തിലെ മുഖ്യമന്ത്രിയായി. അതുപോലെ വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു, പിന്നീട് മുഖ്യമന്ത്രിയായി, അല്ലേ? മൂന്നാമത് അതുപോലെ വന്നത് ഇപ്പോൾ ആരാണ്? വി ഡി സതീശൻ, അല്ലേ? പ്രതിപക്ഷ നേതാവായിരുന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്ന മൂന്നാമത്തെ വ്യക്തി. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ട് വി ഡി സതീശൻ നിയമസഭാംഗമാണ്. പക്ഷെ ഒരു മന്ത്രിസഭയിലും മന്ത്രിയായി ഇരുന്നിട്ടില്ല. മന്ത്രിയാകാതെ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്ന ആറാമത്തെ വ്യക്തിയാണ് ആര്? വി ഡി സതീശൻ. മന്ത്രിയാകാതെ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്ന ആറാമത്തെ വ്യക്തിയാണ് വി ഡി സതീശൻ എന്നുള്ള ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. 16ാം കേരള നിയമസഭയിലോട്ട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ലഭിച്ചത് ആർക്ക് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കണം. 16ാം കേരള നിയമസഭയിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ലഭിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി 16ാം നിയമസഭയിലോട്ട് MLA ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്, അല്ലേ? പി കെ കുഞ്ഞാലിക്കുട്ടി. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ച ഭൂരിപക്ഷം 85,000-ത്തിലധികം ആണ്. അപ്പോൾ 85,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ കേരള നിയമസഭാ ചരിത്രത്തിലെ റെക്കോർഡാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, കേരള നിയമസഭയിലോട്ട് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടി വന്നതാര് എന്ന് ചോദിച്ചാൽ അതാരാണ്? പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. പഴയ റെക്കോർഡ് കെ ശൈലജ ടീച്ചറിൻ്റെ പേരിലായിരുന്നു. 60,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവർ മട്ടന്നൂരിൽ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട് നേരത്തെ. ഇപ്പോൾ 85,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ജയിച്ച് വന്നത്. അപ്പോൾ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത് ആരെന്ന് ചോദിച്ചാൽ പി കെ കുഞ്ഞാലിക്കുട്ടി, മലപ്പുറം നിയമസഭാ മണ്ഡലം. അത് ഓർത്തു വയ്ക്കണം. അപ്പോൾ അവിടെ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. 16ാം കേരള നിയമസഭ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ആർക്കായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പ്രൊഫസർ സി രവീന്ദ്രനാഥിനാണ്. പ്രൊഫസർ സി രവീന്ദ്രനാഥ്. പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ മണലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. 126 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമാണ് ആർക്കുണ്ടായിരുന്നത്? പ്രൊഫസർ സി രവീന്ദ്രനാഥിനുള്ളത്. അപ്പോൾ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ആർക്കാണ്? പ്രൊഫസർ സി രവീന്ദ്രനാഥിനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 16ാം കേരള നിയമസഭയിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറ്റവും മുതിർന്ന അംഗം, ഏറ്റവും പ്രായം കൂടിയ അംഗം ആരെന്ന് ചോദിച്ചാൽ ധർമ്മടം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് 84 വയസ്സുണ്ട്. അപ്പോൾ 16ാം കേരള നിയമസഭയിലെ ഏറ്റവും മുതിർന്ന അംഗം ആര് എന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 16ാം കേരള നിയമസഭയിലോട്ട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എത്ര വനിതകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? നല്ലൊരു ചോദ്യമാണ്. ഏത് പരീക്ഷയ്ക്കും ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. സാധാരണഗതിയിൽ ഇതുപോലെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത് വരുന്ന പരീക്ഷകൾക്കൊക്കെ ആ ചോദ്യം ഉണ്ടാവും. അപ്പോൾ 16ാം കേരള നിയമസഭയിലോട്ട് തെരഞ്ഞെടുപ്പ് നടന്നു. എത്ര വനിതകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ 11 വനിതകൾ. എത്ര വനിതകളാണ്? 11 വനിതകളാണ് 16ാം കേരള നിയമസഭയിലോട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് 16ാം കേരള നിയമസഭയിലെ പ്രോട്ടൈം സ്പീക്കർ ആരായിരുന്നു? 16ാം കേരള നിയമസഭയിലെ പ്രോട്ടൈം സ്പീക്കർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജി സുധാകരനാണ്. ആരാണ്? ജി സുധാകരൻ. അപ്പോൾ അവിടെ പ്രോട്ടൈം സ്പീക്കർ എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്കറിയാം, നിയമസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്പീക്കറാണ്, അല്ലേ? നിയമസഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. സ്പീക്കർ എന്ന് പറയുന്നത് നിയമസഭാംഗങ്ങൾക്കിടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ സ്പീക്കർ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് നിയമസഭയെ തൽക്കാലത്തേക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളുണ്ടാവും. അദ്ദേഹത്തെയാണ് പ്രോട്ടൈം സ്പീക്കർ എന്ന് വിളിക്കുന്നത്. ആ പ്രോട്ടൈം സ്പീക്കർ എന്ന് പറയുന്നയാൾ ഈ നിയമസഭയിലെ അംഗം തന്നെയായിരിക്കും. നേരത്തെ പരിചയമൊക്കെ ഉള്ള അംഗമായിരിക്കും. അപ്പോൾ 16ാം നിയമസഭയിലെ പ്രോട്ടൈം സ്പീക്കർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജി സുധാകരനാണ്. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കേരള നിയമസഭയിലെ ആദ്യ പ്രോട്ടൈം സ്പീക്കർ, കേരള നിയമസഭയിലെ ആദ്യ പ്രോട്ടൈം സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള നിയമസഭയിലോട്ട് ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി എന്നാണ് അർത്ഥം. കേരള നിയമസഭയിലെ ആദ്യ പ്രോട്ടൈം സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ അതൊരു വനിതയാണ്. റോസമ്മ പുന്നൂസ് ആണ്. ആരാണ്? റോസമ്മ പുന്നൂസ്. അപ്പോൾ കേരള നിയമസഭയിലെ ആദ്യ പ്രോട്ടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ് ആണ്. വേറൊരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും.
കോടതി വിധിയെ തുടർന്ന് MLA സ്ഥാനം രാജിവെച്ച ആദ്യ വ്യക്തി, അല്ലെ? കേരളത്തിലെ കോടതി വിധിയെ തുടർന്ന് MLA സ്ഥാനം രാജിവെച്ച ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാലും റോസമ്മ പുന്നൂസാണ്. അതുപോലെ മറ്റൊരു പ്രത്യേകത കൂടി അവർക്കുണ്ട്. ഉപതെരഞ്ഞെടുപ്പിലൂടെ MLA ആയ ആദ്യ വ്യക്തി, കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ MLA ആയ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാലും റോസമ്മ പുന്നൂസാണ്. പറഞ്ഞു വന്നത് 16ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ ആയിരുന്നത് G. സുധാകരനാണ്. അതേസമയം കേരള നിയമസഭാ ചരിത്രത്തിലെ ആദ്യത്തെ പ്രോട്ടേം സ്പീക്കർ എന്ന് പറയുന്ന ഒരു വനിതയായിരുന്നു. ആരാണ്? റോസമ്മ പുന്നൂസ്. ഉപതെരഞ്ഞെടുപ്പിലൂടെ കേരള നിയമസഭയിലെത്തിയ ആദ്യ വ്യക്തിയും ആര് തന്നെയാണ്? റോസമ്മ പുന്നൂസാണ്. അതോർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 16ാം കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? 16ാം കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പക്ഷേ കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശങ്കര നാരായണൻ തമ്പിയാണ്. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ശങ്കര നാരായണൻ തമ്പിയാണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വച്ചേക്കണം. ഇനി വരുന്ന പരീക്ഷകൾക്ക് ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലൊക്കെ വന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്പീക്കർ എന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. പക്ഷേ കേരള നിയമസഭാ ചരിത്രത്തിലെ ആദ്യത്തെ സ്പീക്കർ എന്ന് പറയുന്നത് ശങ്കര നാരായണൻ തമ്പിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പോയിന്റിലോട്ട് വരാം. കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ഒരു വനിതയാണ്. ആരെന്ന് ചോദിച്ചാൽ ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാൻ കേരള നിയമസഭാ ചരിത്രത്തിൽ 4ാമതായിട്ട് ഡെപ്യൂട്ടി സ്പീക്കറാകുന്ന വനിതയാണ്. കേരള നിയമസഭാ ചരിത്രത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറാകുന്ന 4ാമത്തെ വനിതയാണ് ഷാനിമോൾ ഉസ്മാൻ. അപ്പോൾ അവിടെയും ഒരു ചോദ്യമുണ്ട്. കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡെപ്യൂട്ടി സ്പീക്കറായ വനിത, കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡെപ്യൂട്ടി സ്പീക്കറായ വനിത ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, KO ഐഷാബായ്. ആരാണ്? KO ഐഷാബായ് ആണ് കേരള നിയമസഭാ ചരിത്രത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. രണ്ടാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ നബീസത്ത് ബീവിയാണ്. മൂന്നാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ഭാർഗവി തങ്കപ്പനാണ്. 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഇപ്പോൾ ഇരിക്കുന്നയാൾ. ആരാണ്? ഷാനിമോൾ ഉസ്മാൻ. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരെന്നാണ് ചോദ്യം. അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം A. കൗശികനാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ, അല്ലെ? ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നുള്ള തസ്തിക നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സംസ്ഥാനത്തെ പ്രതിനിധിയായിട്ട് ഒരാളുണ്ടാവും. അയാളെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു പേര് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ SIR നടപടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളുണ്ടായിരുന്നു, രത്തൻ യു ഖേൽക്കർ. രത്തൻ യു ഖേൽക്കർ. ആ രത്തൻ യു ഖേൽക്കർ മാറിയതിന് ശേഷം ആ സ്ഥാനത്തെത്തുന്നത് ആരാണ്? A. കൗശികനാണ്. അപ്പോൾ 2026 ഏപ്രിൽ മാസത്തിൽ കേരളത്തിലെ ഇലക്ടറൽ ഓഫീസറായിട്ട്, ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ട് നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ A. കൗശികനാണ്. ഇനി കേരളത്തിന് സ്വന്തമായിട്ട് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരിക്കും, അല്ലെ? സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്നറിയാം. ഭരണഘടനയിലെ 243K എന്ന് പറയുന്ന വകുപ്പ്, അതനുസരിച്ച് സംസ്ഥാനത്ത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരിക്കും. സംസ്ഥാനത്തെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ KG സനൽകുമാറാണ്. ആരാണ്? KG സനൽകുമാറാണ്. കഴിഞ്ഞ മന്ത്രിസഭ, പിണറായി വിജയൻ മന്ത്രിസഭ നിൽക്കുന്ന സമയത്ത് അവസാനം 2026 മാർച്ച് ആയപ്പോഴേക്കും അദ്ദേഹം പോകുന്നതിന് മുമ്പായിട്ട്, പിണറായി വിജയൻ മന്ത്രിസഭ പോകുന്നതിന് മുമ്പായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിർദ്ദേശിച്ചത് ആരെയാണ്? KG സനൽകുമാറിനെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? KG സനൽകുമാറാണ്. കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ A. കൗശികനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? നിങ്ങൾക്കറിയാം, അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ, അല്ലേ? അതുപോലെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് ഭരണഘടനയിൽ പറയുന്ന വകുപ്പ് ഏതാണ്?
വകുപ്പ് 165 അല്ലെ. അപ്പം വകുപ്പ് 165 അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആരെന്ന് ചോദിച്ചാൽ അഡ്വക്കേറ്റ് ജാജു ബാബു ആണ്. കേരളത്തിലെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? അഡ്വക്കേറ്റ് ജാജു ബാബു ആണ്. ഓർത്തിരിക്കണം, നല്ലൊരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പുസ്തകത്തിലോട്ട് വരാം. കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ഓർമ്മക്കുറിപ്പാണ്. ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഓർമ്മക്കുറിപ്പാണ് കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക്. ആരുടെ ഓർമ്മക്കുറിപ്പാണ് എന്ന് ചോദിച്ചാൽ KV തോമസ്. ഒരുപാട് കാലം MP-യും പിന്നെ അത് കഴിഞ്ഞിട്ട് കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ് KV തോമസ്. അപ്പോൾ കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്നുള്ളത് ഏത് പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ ഓർമ്മക്കുറിപ്പാണ് എന്ന് ചോദിച്ചാൽ KV തോമസിൻ്റെ ഓർമ്മക്കുറിപ്പാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നിയോഗം ഒരു നോവലിൻ്റെ പേരാണ്. നിയോഗം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഒരു രാഷ്ട്രീയക്കാരനാണ്, രമേശ് ചെന്നിത്തല. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നിയോഗം. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു പുസ്തകം കൂടി നമ്മൾ ഇതുപോലെ പഠിച്ചിട്ടുണ്ട്. അത് VD സതീശനുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. ആദം നീ എവിടെയാകുന്നു. ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകം രചിച്ചതാരാണ്? അത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. മറ്റത് നിയോഗം, രമേശ് ചെന്നിത്തല, കേരളത്തിലെ ഇപ്പോഴത്തെ ആഭ്യന്തര മന്ത്രിയാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഒന്ന് ഓർത്തോണം. ഇനി അത് കഴിഞ്ഞിട്ട് 2026 ONV പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 ONV പുരസ്കാരം. ഇവിടെ ശ്രദ്ധിച്ചോണം, ONV പുരസ്കാരം പല ആൾക്കാർ നൽകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പറയുന്ന ONV പുരസ്കാരം എന്ന് പറയുന്നത് ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന പുരസ്കാരമാണ്. ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന 2026 ONV പുരസ്കാരം. ഇതാണ് ഇമ്പോർട്ടൻ്റ്. ഇത് നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. M മുകുന്ദൻ, സാഹിത്യകാരൻ M മുകുന്ദൻ. അപ്പോൾ 2026 ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന ONV പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ M മുകുന്ദനാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. 2026 ജ്ഞാനപ്പാന പുരസ്കാരം. 2026 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വൈക്കം രാമചന്ദ്രനാണ്. 2026 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് വൈക്കം രാമചന്ദ്രനാണ്. അതുപോലെ 2026 ഹരിവരാസന പുരസ്കാരം. 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ഒരു നാദസ്വര വിദ്വാനാണ്. ആരാണ്? തിരുവിഴ ജയശങ്കർ അല്ലേ. അപ്പോൾ ഓരോന്നോരോന്ന് പുതുതായിട്ട് പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ കൂടി ഓർത്തെടുത്ത് പോകണം. ഇതിപ്പോൾ പറഞ്ഞത് 2026 ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന ONV പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യത്തിലോട്ടാണ് നമ്മൾ വരുന്നത്. 2026 കാൻ ചലച്ചിത്രമേള അല്ലേ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലിം ഫെസ്റ്റിവലാണ് കാൻ ചലച്ചിത്രമേള എന്ന് നിങ്ങൾക്ക് അറിയാം. 2026 കാൻ ചലച്ചിത്രമേളയിൽ കാൻ ക്ലാസിക്സ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? 2026 കാൻ ചലച്ചിത്രമേളയിൽ കാൻ ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? വളരെ പഴയ ഒരു ചിത്രമാണ്. 1986 റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. ആ സിനിമയുടെ പേര് അമ്മ അറിയാൻ. ആ ഇറങ്ങുന്ന സമയത്ത് 1986 തന്നെ ഒരുപാട് നിരൂപക പ്രശംസ ലഭിച്ച ഒരു ചിത്രമാണ് അമ്മ അറിയാൻ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയുടെ സംവിധായകൻ ജോൺ എബ്രഹാമാണ്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു മലയാളി സംവിധായകനാണ്. ഇത്തരത്തിലുള്ള സിനിമകൾ, അതായത് ബുദ്ധിജീവി സിനിമകൾ എന്നൊക്കെ പറയും, അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇറക്കുന്ന ഒരാളാണ് ജോൺ എബ്രഹാം. അപ്പം ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത അമ്മ അറിയാൻ എന്ന് പറയുന്ന സിനിമയാണ് 2026 കാൻ ചലച്ചിത്രമേളയിൽ കാൻ ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്. ഇതുപോലെ നമ്മൾ 2026 മറ്റൊരു ചലച്ചിത്രമേളയെക്കുറിച്ച് കൂടി പറഞ്ഞിട്ടുണ്ട്, മോസ്കോ ചലച്ചിത്രോത്സവം. 2026 മോസ്കോ ചലച്ചിത്രോത്സവം, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അല്ലേ. അതിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഒരു മലയാള സിനിമയുണ്ട്, പ്രൈവറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2026 മോസ്കോ ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള
പുരസ്കാരം നേടിയത് ഒരു മലയാള സിനിമയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ആ സിനിമ ഏതാണ്? മോഹം, അല്ലേ? ഇതൊക്കെ മുമ്പ് പഠിച്ച കാര്യമാണ്, ഒന്നുകൂടി ഓർക്കാം. 2026 മോസ്കോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ മോഹമാണ്. മോസ്കോ ചലച്ചിത്രോത്സവത്തിൽ മറ്റൊരു മലയാള സിനിമയും പ്രദർശിപ്പിച്ചിരുന്നു. അത് ഇന്ദ്രൻസ് അഭിനയിച്ച ഒരു സിനിമയാണ്, പ്രൈവറ്റ് എന്ന് പറയുന്ന സിനിമ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് കാൻ ചലച്ചിത്രമേള 2026 കാൻ ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട മലയാള ചലച്ചിത്രം അമ്മ അറിയാൻ. സംവിധാനം ചെയ്താരാണ്? ജോൺ എബ്രഹാം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ AI സിനിമ, പൂർണ്ണമായിട്ടും AI സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയിൽ നിർമ്മിച്ചെടുത്ത ആദ്യത്തെ സിനിമ. നമ്മൾ 2025 കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ AI സിനിമ ഏതെന്ന് ചോദിച്ചാൽ അത് ലവ് യു എന്നാണ് ആ സിനിമയുടെ പേര്. ലവ് യു, ഇന്ത്യയിലെ ആദ്യത്തെ AI സിനിമ, ഒരു കന്നഡ സിനിമയാണ്. ലവ് യു ആണ് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ AI സിനിമ. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ AI സിനിമ ഏതെന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് വാർത്തയിൽ വന്ന ഒരു കാര്യമാണ്, വാഗ്ദത്ത ഭൂമി. മലയാളത്തിലെ ആദ്യത്തെ AI സിനിമ ഏതെന്ന് ചോദിച്ചാൽ വാഗ്ദത്ത ഭൂമി. അപ്പോൾ 2026 കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ AI സിനിമ ഏതെന്നാണ്, അത് വാഗ്ദത്ത ഭൂമി. അതേസമയം 2025 കറണ്ട് അഫയേഴ്സിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായിട്ടും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച സിനിമ ഏതെന്ന് ചോദിച്ചാൽ ലവ് യു എന്ന് പറയുന്ന കന്നഡ സിനിമയാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ശരി, അടുത്ത ഒരു പോയിന്റിലോട്ട് വരാം. നമുക്കറിയാം വയോജന ക്ഷേമ കമ്മീഷൻ, അല്ലെ? വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വയോജന വകുപ്പ്, ഇപ്പോൾ ഈ പറഞ്ഞ പുതിയ മന്ത്രിസഭ വന്നപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വയോജന വകുപ്പ് രൂപീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പുതിയ മന്ത്രിസഭ വന്നപ്പോൾ വയോജന ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തെ മാതൃകയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വയോജനക്ഷേമ പദ്ധതികളെല്ലാം ഒരു രാജ്യത്തിനെ മാതൃകയാക്കിക്കൊണ്ട് നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഏത് രാജ്യത്തിനെ മാതൃകയാക്കി വയോജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നാൽ അത് ഏത് രാജ്യമാണ്? ജപ്പാൻ, അല്ലേ? ജപ്പാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ ശതമാനക്കണക്കിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വയോജന ശതമാനം ഉള്ള രാജ്യമാണ് ഏത്? ജപ്പാൻ. അപ്പോൾ അവിടെ ഒരുപാട് പദ്ധതികൾ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാതൃകാപരമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ വയോജനക്ഷേമ പദ്ധതികളെല്ലാം ഏത് രാജ്യത്തിൻ്റെ മാതൃകയിൽ നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജപ്പാൻ മാതൃകയിലാണ് എന്ന് പറയണം. അപ്പോൾ നമുക്ക് വയോജന കമ്മീഷൻ ഉണ്ട്, അല്ലേ? വയോജന കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? കെ സോമപ്രസാദ്, അല്ലേ? വയോജന കമ്മീഷൻ രൂപീകരിച്ചു. അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ കെ സോമപ്രസാദ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ കാലാവധി, വയോജന കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 കൊല്ലമാണെന്ന് പഠിച്ചിട്ടുണ്ട്. അധ്യക്ഷൻ ഉൾപ്പെടെ ആകെ അംഗങ്ങൾ 5 ആണെന്നും പഠിച്ചിട്ടുണ്ട്, അല്ലേ? വയോജന കമ്മീഷനിൽ അധ്യക്ഷൻ ഉൾപ്പെടെ ആകെ അംഗങ്ങൾ 5 ആണ്. 3 വർഷമാണ് കാലാവധി. വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ കെ സോമപ്രസാദ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പുതിയ മന്ത്രിസഭ വന്നപ്പോൾ വയോജന വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അല്ലേ? അപ്പോൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ചു വയ്ക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം AI വകുപ്പ് രൂപീകരിച്ചു, അല്ലേ? കേരളത്തിൽ ഇപ്പോൾ പുതുതായിട്ട് രൂപീകരിച്ച ഒരു വകുപ്പാണ് AI വകുപ്പ്. AI വകുപ്പിൻ്റെ ചുമതല നോക്കുന്ന മന്ത്രി ആരെന്ന് ചോദിച്ചാൽ PK കുഞ്ഞാലിക്കുട്ടിയാണ്. ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. AI വകുപ്പിൻ്റെ ചുമതല നോക്കുന്ന മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. നിങ്ങൾക്കറിയാം വ്യവസായ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയും PK കുഞ്ഞാലിക്കുട്ടിയാണ്. IT-യുടെ ചുമതലയുള്ള മന്ത്രിയും ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. അപ്പോൾ വ്യവസായ വകുപ്പ്, IT വകുപ്പ്, അതിനു പുറമെ പുതുതായി രൂപീകരിച്ച AI വകുപ്പിൻ്റെ ചുമതലയും വഹിക്കുന്ന മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പദ്ധതിയാണ്, പുതിയ സർക്കാർ വന്ന സമയത്ത്
ഒരു പദ്ധതി അനൗൺസ് ചെയ്തു. ആ പദ്ധതി ബമ്പർ ഹിറ്റാണ്. ഏതാണ് പദ്ധതി? പ്രോജക്റ്റ് സീറോ. പ്രോജക്റ്റ് സീറോ. സംസ്ഥാനത്ത് അഴിമതി പൂർണ്ണമായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടയിലുള്ള സർക്കാർ ഓഫീസുകളിലുള്ള അഴിമതി പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പുതിയ മന്ത്രിസഭ വന്നപ്പോൾ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്ന പദ്ധതി, അല്ലെ? വിജിലൻസ് വകുപ്പിന്റെ കീഴിലാണ് ഈ പദ്ധതി നടപ്പിലായി വരുന്നത് എന്നുള്ളത് ഓർക്കുക. വിജിലൻസ് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആരാണ്? അത് രമേശ് ചെന്നിത്തലയാണ്. പോലീസ് വകുപ്പിന്റെ വിജിലൻസ് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി രമേശ് ചെന്നിത്തല. നമ്മൾ പൊതുവിൽ വേറെ രീതിയിൽ പറയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തല. അപ്പോൾ വിജിലൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് പൂർണ്ണമായിട്ടും സർക്കാർ ഓഫീസുകളിലെ അഴിമതി തുടച്ചു മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഏത്? പ്രോജക്റ്റ് സീറോ. പ്രോജക്റ്റ് സീറോയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു വെക്കണം. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഓഫീസിൽ അഴിമതികളോ മറ്റോ കാണുന്നുണ്ട് എങ്കിൽ അതിൻ്റെ തെളിവ് നിങ്ങൾ സർക്കാരിന് അല്ലെങ്കിൽ വിജിലൻസ് വകുപ്പിന് കൊടുത്താൽ നിങ്ങൾക്ക് പാരിതോഷികം ലഭിക്കും. എത്ര രൂപയാണ് പാരിതോഷികം ലഭിക്കുന്നത്? 5000 രൂപ പാരിതോഷികം ലഭിക്കും. അപ്പോൾ അഴിമതിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ എന്തെങ്കിലും നിങ്ങൾ വിജിലൻസ് വകുപ്പിന് കൈമാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാരിതോഷികവുമുണ്ട്. എത്ര രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചേക്കാം. 5000 രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്, അല്ലെ? വിജിലൻസ് വകുപ്പിന്റെ കാര്യങ്ങൾ നോക്കുന്ന മന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. ശരി, അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പുതിയ സർക്കാർ വന്നു. ലഹരി വിരുദ്ധ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി പുതിയ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതി ഏതാണ് എന്ന് നിങ്ങൾക്ക് ഇതിനോടകം അറിയാം. എല്ലാ ദിവസത്തെ പത്രത്തിലും വാർത്തയുണ്ട്, അല്ലേ? അപ്പോൾ പുതിയ സർക്കാർ വന്നതിന് ശേഷം സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ പദ്ധതിയാണ് തൂഫാൻ, അല്ലെ? ഏതെങ്കിലും തരത്തിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരള സർക്കാർ അല്ലെങ്കിൽ പോലീസ് വകുപ്പ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. പോലീസ് വകുപ്പ് മാത്രമല്ല, പോലീസ് എക്സൈസ് എന്നീ 2 വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് തൂഫാൻ. അപ്പോൾ തൂഫാൻ എന്ന് പറയുന്നത് പുതിയ മന്ത്രിസഭ, ആ മന്ത്രിസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ലഹരി വിരുദ്ധ പരിപാടിയാണ്. ലഹരി പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിനുള്ള വഴി അടയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി. ആരൊക്കെ സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ചോദിച്ചാൽ കേരള പോലീസും എക്സൈസ് വകുപ്പും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. നേരത്തെ ഇതുപോലെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, യോദ്ധാവ് എന്ന് പറയുന്ന പദ്ധതി. യോദ്ധാവ് എന്ന് പറയുന്ന പദ്ധതിയും ലഹരിക്ക് എതിരെയുള്ള ഒരു പദ്ധതിയാണ്. കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വന്നിരുന്ന ഒരു പദ്ധതിയാണ് യോദ്ധാവ് എന്ന് പറയുന്ന പദ്ധതി. അതുപോലെ വിമുക്തി എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. വിമുക്തി എന്ന് പറയുന്ന പദ്ധതി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പദ്ധതിയാണ്. കേരള സർക്കാരിൻ്റെ ബോധവൽക്കരണ പദ്ധതിയായിരുന്നു ഏത്? വിമുക്തി, അല്ലെ? അതുപോലെ നേർവഴി എന്ന് പറയുന്ന ഒരു പദ്ധതി നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് നേർവഴി. ലഹരിക്ക് അടിമപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഏത്? നേർവഴി. ഇതെല്ലാം ഈ പറഞ്ഞ പരീക്ഷകളിൽ ചോദ്യപേപ്പറുകളിൽ കാണും. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. ആ ചോയ്സ് ഒക്കെ നോക്കി നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റണമെങ്കിൽ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ തൂഫാനാണ് പുതിയ പദ്ധതി. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കുക. ലഹരിക്കെതിരെയുള്ള പദ്ധതിയാണ്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ആഭ്യന്തര വകുപ്പിൻ്റെ, പോലീസ് വകുപ്പിൻ്റെ, വിജിലൻസ് വകുപ്പിൻ്റെ മന്ത്രി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. അതേസമയം കേരളത്തിലെ പുതിയ എക്സൈസ് വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? എം ലിജു ആണ്, അല്ലേ? ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ എം ലിജു ആണ്. ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പുതിയ സർക്കാർ വന്നു. പുതിയ സർക്കാർ വന്നപ്പോഴത്തേക്കും പല പ്രഖ്യാപനങ്ങളും ഉണ്ടായി. അതിലൊരു പ്രഖ്യാപനമാണ് സ്കൂളിലെ കുട്ടികൾക്ക് ആർത്തവ അവധി നൽകുന്നു, അല്ലേ? അപ്പോൾ സംസ്ഥാന സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് എത്ര ദിവസത്തെ ആർത്തവ അവധിയാണ് നൽകുന്നത് എന്നൊരു ചോദ്യം പ്രതീക്ഷിച്ചോണം. 3 ദിവസത്തെ ആർത്തവ അവധിയാണ് നൽകുന്നത്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചതനുസരിച്ച് സ്കൂളിലെ കുട്ടികൾക്ക് എത്ര ദിവസത്തെ ആർത്തവ അവധിയാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ 3 ദിവസത്തെ ആർത്തവ അവധിയാണ് നൽകുന്നത്.
അതുപോലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ സർക്കാരിനെ അറിയിച്ചാൽ, അതിൻ്റെ തെളിവുകൾ കൈമാറിയാൽ പാരിതോഷികമുണ്ടെന്ന് പറഞ്ഞു. എത്ര രൂപയാണ് പാരിതോഷികം കിട്ടുന്നതെന്ന് പറഞ്ഞു. 5000 രൂപയാണ് പാരിതോഷികം ലഭിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കി പോകണം. കേരളത്തിലെ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പണ്ട് ശിവൻകുട്ടിയായിരുന്നു. പുതിയ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ എം ഷംസുദ്ദീനാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എം ഷംസുദ്ദീനാണ്. അതേസമയം കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരെന്ന് ചോദിച്ചാൽ റോജി എം ജോൺ ആണ്. ആരാണ്? റോജി എം ജോൺ. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ജനറൽ എഡ്യൂക്കേഷൻ, അതിൻ്റെ ചുമതല എം ഷംസുദ്ദീനാണ്. അതേസമയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്നത് റോജി എം ജോൺ ആണ് എന്നുള്ളതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു പോയിന്റിലോട്ടാണ് വരുന്നത്. 2026 ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. 2026 ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാർഖണ്ഡിൽ വെച്ചിട്ടാണ് നടന്നത്. എവിടെ വെച്ച് നടന്നു? ജാർഖണ്ഡിൽ വെച്ച് നടന്നു. അപ്പോൾ 2026 ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാർഖണ്ഡിൽ വെച്ച് നടന്നു. അതിൽ ലോങ് ജമ്പിൽ പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയ മലയാളി താരം, സ്വർണം നേടിയ മലയാളി താരം, അല്ലെ? പുരുഷ വിഭാഗം എന്ന് കേൾക്കുന്നു, ലോങ് ജമ്പ് എന്ന് കേൾക്കുന്നു, മലയാളി എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ വേറൊന്നും ആലോചിക്കാനില്ല. അതിൻ്റെ ഉത്തരം എം ശ്രീശങ്കറാണ്, അല്ലെ? കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ലോങ് ജമ്പ് താരമാണ് ആര്? എം ശ്രീശങ്കർ. അപ്പോൾ 2026 ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം ആരെന്ന് ചോദിച്ചാൽ എം ശ്രീശങ്കറാണ്. അതുപോലെ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയ മലയാളി താരം, വനിതാ വിഭാഗം ഏത് തന്നെ ലോങ് ജമ്പ്, വനിതാ വിഭാഗത്തിൽ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം, അല്ലേ? അപ്പോൾ വനിതാ വിഭാഗം ലോങ് ജമ്പ് മലയാളി താരം എന്ന് ചോദിച്ചാൽ ഒരു വനിതയുടെ പേരേ പറയാനുള്ളൂ. ആരാണ്? ആൻസി സോജൻ. അപ്പോൾ 2026 ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാർഖണ്ഡിൽ വെച്ച് നടന്നു. ലോങ് ജമ്പിൽ പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയ മലയാളി താരം എം ശ്രീശങ്കറാണ്. അതുപോലെ തന്നെ ലോങ് ജമ്പിൽ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയ മലയാളി താരം ആരാണ്? വനിതാ താരം ആൻസി സോജനാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സ്പോർട്സിൻ്റെ ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ആദ്യമായിട്ട് ഇന്ത്യൻ വനിതാ റഗ്ബി ടീമിൽ അംഗമായ മലയാളി. ആദ്യമായിട്ട് ഇന്ത്യൻ വനിതാ റഗ്ബി ടീമിൽ അംഗമായ മലയാളി ആരെന്ന് ചോദിച്ചാൽ KP ആതിരയാണ്. ആദ്യമായിട്ട് ഇന്ത്യൻ വനിതാ റഗ്ബി ടീമിൽ അംഗമായിട്ടുള്ള മലയാളി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? KP ആതിരയാണ് എന്നുള്ളത് ഓർക്കണം. ഇവിടെ വേറൊരു ചോദ്യം കൂടി പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റും. 10-26 വർഷങ്ങൾക്ക് ശേഷം ദേശീയ വനിതാ ഫുട്ബോൾ ടീമിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി, അങ്ങനെ ഒരു ചോദ്യവും നിങ്ങൾ പ്രതീക്ഷിച്ചോണം. ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവമാണ്. ഒരാളെ തിരഞ്ഞെടുത്തു, P മാളവിക, കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായിട്ടുള്ള മാളവിക. ബെൻഡല ഡിക്കോത്ത എന്ന് പറയുന്ന വനിതയാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ദേശീയ വനിതാ ഫുട്ബോൾ ടീമിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതൊരു 10-26 കൊല്ലത്തിന് മുമ്പാണ്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് വീണ്ടും ഒരു വനിത തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ 10-26 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത ആര് എന്ന് ചോദിച്ചാൽ P മാളവികയാണ്. ഇതിപ്പോൾ ഇന്ത്യൻ വനിതാ റഗ്ബി ടീമിലോട്ട് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ അത് KP ആതിരയാണ്. ആരാണ്? KP ആതിര. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു പോയിന്റിലോട്ടാണ് നമ്മൾ വരുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും NCERTയും കൂടെ ചേർന്ന് രൂപീകരിച്ച ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിലോട്ടാണ് വരുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും അതുപോലെ തന്നെ NCERTയും സംയുക്തമായിട്ട് രൂപീകരിച്ച ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത്? 3 വയസ്സിനും 8 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, രസകരമായ രീതിയിൽ അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, 3 വയസ്സിനും 8 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ ഒട്ടും ബോറടിപ്പിക്കാതെ വളരെ രസകരമായി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു. ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ
പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം. ഈ ജാദുയി പിതാര, ഈ ജാദുയി പിതാര. അപ്പോൾ എന്താണ് ഈ ജാദുയി പിതാര എന്ന് ചോദിച്ചാൽ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും NCERTയും ചേർന്ന് സംയുക്തമായിട്ട് രൂപീകരിച്ച 3-നും 8 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ രസകരമായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഈ ജാദുയി പിതാര. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഈ ജാദുയി പിതാര എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനകത്ത് 3 തരത്തിലുള്ള ചാറ്റ് ബോട്ടുകളുണ്ട്. ആ 3 തരത്തിലുള്ള ചാറ്റ് ബോട്ടുകളിൽ ഒന്നാണ് ടീച്ചർ താര. ടീച്ചർ താര എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ അവർക്ക് എങ്ങനെ കുട്ടികളെ രസകരമായി പഠിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു ഈ പറഞ്ഞ ചാറ്റ് ബോട്ടാണ് ടീച്ചർ താര. അപ്പോൾ ഈ ജാദുയി പിതാര എന്ന് പറയുന്ന ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പൊതുവിലുള്ള പേരാണ്. അതിനകത്ത് ചാറ്റ് ബോട്ടുകളുണ്ട്. അതിനകത്തുള്ള ഒരു ചാറ്റ് ബോട്ടാണ് ടീച്ചർ താര. അപ്പോൾ ടീച്ചർമാരെ, ഈ പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ആ ചാറ്റ് ബോട്ടിൻ്റെ സഹായത്തോടെ കുട്ടികളെ എങ്ങനെ സൗകര്യമായിട്ട് അല്ലെങ്കിൽ രസകരമായിട്ട് പഠിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ചാറ്റ് ബോട്ടും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, ഏത് രീതിയിൽ അവന് ഈ പറഞ്ഞ ഒരു അഭിനിവേശം വിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കാം പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചാറ്റ് ബോട്ടും അതിനകത്തുണ്ട്. ആ ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് പാരന്റ് താര. എന്താണ്? പാരന്റ് താര. അതിന് പുറമെ മറ്റൊരു ചാറ്റ് ബോട്ട് കൂടിയുണ്ട്. 3-നും 8-നും ഇടയ്ക്കുള്ള കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഥകളൊക്കെ കേൾക്കാൻ അവർക്ക് ഒരുപാട് ഇഷ്ടമുണ്ടാവും. അങ്ങനെ ഒരുപാട് കഥകൾ നിറച്ച് വെച്ചിട്ടുള്ള മറ്റൊരു ചാറ്റ് ബോട്ട് കൂടിയുണ്ട്. ആ ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് കഥാ സഖി. എന്താണ്? കഥാ സഖി, അല്ലേ? അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും NCERTയും ചേർന്ന് സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ആർക്ക് വേണ്ടി? 3-നും 8-നും ഇടയ്ക്ക് പ്രായമുള്ള കുഞ്ഞുങ്ങളെ സൗകര്യമായിട്ടും രസകരമായിട്ടും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഈ ജാദുയി പിതാര. അതിനകത്തുള്ള ചാറ്റ് ബോട്ടുകളാണ് ടീച്ചർ താര, പാരന്റ് താര, കഥാ സഖി. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം. നല്ലൊരു പോയിൻ്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കേസുകളുടെ എണ്ണത്തിലൊക്കെ വലിയ വർധനവുണ്ട്. അപ്പോൾ ആ വർധനവ് മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണത്തിലും വർധനവ് വരുത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം ഇപ്പോൾ എത്രയാണ്? 37. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയായിട്ടാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ 37 അതിൽ നമ്മൾ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ കൂടെ ചേർത്താണ് പറയുന്നതെങ്കിൽ 38. 1+37 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്ലസ് 37 ജഡ്ജിമാർ. നേരത്തെ അത് ഒരു ചീഫ് ജസ്റ്റിസ് 33 ജഡ്ജിമാരുമായിരുന്നു. അതിപ്പോൾ 1+37 അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജാണ്. അപ്പോൾ മൊത്തത്തിൽ ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 38. ചീഫ് ജസ്റ്റിസിനെ കൂടെ കൂട്ടി. ചീഫ് ജസ്റ്റിസിനെ കൂട്ടാതെ ആണെങ്കിൽ അത് എത്രയാണ്? 37. അപ്പോൾ അതൊരു പോയിൻ്റാണ്, ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2026 അഗ്രിക്കോള പുരസ്കാരം അല്ലെങ്കിൽ അഗ്രിക്കോള മെഡൽ, 2026 അഗ്രിക്കോള മെഡൽ, അല്ലേ? ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ഇതിനു മുമ്പ് കേൾക്കാൻ സാധ്യതയില്ല. എന്താണ് അഗ്രിക്കോള മെഡൽ എന്ന് ചോദിച്ചാൽ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, അതായത് ലോക ഭക്ഷ്യ കാർഷിക സംഘടന. ലോക ഭക്ഷ്യ കാർഷിക സംഘടന നിങ്ങൾ കേട്ട് കാണും. അതിൻ്റെ ആസ്ഥാനം റോം ആണെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? ലോക ഭക്ഷ്യ കാർഷിക സംഘടന ആസ്ഥാനം എവിടെയാണ്? റോം. ആ ലോക ഭക്ഷ്യ കാർഷിക സംഘടന നൽകുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു പുരസ്കാരമാണ് അഗ്രിക്കോള മെഡൽ. 2026 ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ നൽകുന്ന അഗ്രിക്കോള മെഡൽ ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്കാണ്. റോമിൽ വെച്ചിട്ടാണ് ഈ പുരസ്കാരം കൊടുത്തത്. ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി റോം സന്ദർശിച്ചപ്പോൾ അവിടെ വെച്ചിട്ട് ഈ പുരസ്കാരം കൊടുത്തു. അപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ നൽകുന്ന അഗ്രിക്കോള മെഡൽ 2026 ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ നരേന്ദ്ര മോദിക്കാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ആ അഗ്രിക്കോള മെഡൽ നൽകുന്ന സമയത്ത് നരേന്ദ്രമോദി FAO ഡയറക്ടർ ജനറലിന് ഈ പറഞ്ഞ സമ്മാനം നൽകി.
ആ സമ്മാനം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു കാർഷിക ഉൽപ്പന്നമായിരുന്നു. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്താണ് മോദിക്ക് സമ്മാനം നൽകി, അല്ലെ, അഗ്രിക്കോള മെഡൽ നൽകി. ആ അഗ്രിക്കോള മെഡൽ നൽകുന്ന സമയത്ത് നരേന്ദ്രമോദി ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറലിന് ഒരു സമ്മാനം തിരിച്ചു നൽകി. ആ സമ്മാനം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു കാർഷിക ഉൽപ്പന്നമായിരുന്നു. ഏതാണ് ആ കാർഷിക ഉൽപ്പന്നം എന്ന് ചോദിച്ചാൽ പാലക്കാടൻ ചുവന്ന മട്ടയരിയാണ്. എന്താണ്? പാലക്കാടൻ ചുവന്ന മട്ടയരി, അല്ലേ? അപ്പോൾ അത് പ്രധാനമാണ്, ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു പോയിന്റിലോട്ടാണ് നമ്മൾ വരുന്നത്. നമുക്കറിയാം, നമ്മളെ കുറച്ചു കാലം, വളരെ കാലം ബ്രിട്ടീഷുകാർ കീഴടക്കി ഭരിച്ചിരുന്നു. അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പഴയ ഒരു കാര്യത്തിലോട്ടാണ് വരുന്നത്. പ്രാചീന കാലത്ത് തമിഴകം ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ് ചോള രാജവംശം എന്ന് നിങ്ങൾക്കറിയാം. ചോള രാജാക്കന്മാരുടെ ഉത്തരവുകൾ, ഭരണവുമായി ബന്ധപ്പെട്ട ഉത്തരവുകളെല്ലാം ചെമ്പ് തകിടിൽ തമിഴിൽ ഇങ്ങനെ ഈ പറഞ്ഞ എഴുതി വച്ചിരുന്ന രേഖകൾ ഡച്ചുകാർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് കിട്ടുകയും അവരത് എവിടോട്ട് കൊണ്ടുപോവുകയും ചെയ്തു? അവരുടെ നാട്ടിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. കാലം കുറേ കഴിഞ്ഞപ്പോൾ ആ പഴയ ചരിത്ര രേഖകൾ നെതർലാൻഡ്, അതായത് നെതർലാൻഡ് അഥവാ ഹോളണ്ട്, അവിടെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡച്ചുകാരെന്ന് പറയുന്നത്, അവർ ഇന്ത്യക്ക് തിരിച്ച് നൽകി. അപ്പോൾ ചോദ്യം ഇതാണ്, 2026 പ്രാചീന ചോള രാജവംശത്തിൻ്റെ ചരിത്രരേഖകൾ, ചോള രാജവംശവുമായി ബന്ധപ്പെട്ട ചരിത്ര രേഖകൾ ഇന്ത്യക്ക് തിരിച്ച് സമ്മാനിച്ച രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നെതർലാൻഡാണ്. പ്രാചീന കാലത്തെ ചോള ചരിത്ര രേഖകൾ ഈ അടുത്ത കാലത്ത് 2026 ഏപ്രിലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൈമാറിയത് ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? നെതർലാൻഡാണ് എന്നുള്ളത് ഓർത്തോണം. നല്ല ഒരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. 2026 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച UN ജനറൽ അസംബ്ലി പ്രസിഡന്റ് ആരാണ്? UN ജനറൽ അസംബ്ലി പ്രസിഡന്റ്, അല്ലെ? ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ഉണ്ടെന്നറിയാം. അതിലൊന്നാണ് ജനറൽ അസംബ്ലി. എല്ലാ രാജ്യങ്ങളുടെയും, അതായത് ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും 5 വീതം പ്രതിനിധികൾ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഏത്? ജനറൽ അസംബ്ലി. ആ ജനറൽ അസംബ്ലിക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടാവും. ആ പ്രസിഡന്റിന്റെ കാലാവധി 1 വർഷമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. അപ്പോൾ 2026 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച UN ജനറൽ അസംബ്ലി പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ അന്നലീന ബെയർബോക്ക് ആണ്. ആരാണ്? അന്നലീന ബെയർബോക്ക്. അപ്പോൾ ആ ഒരു പേരൊന്ന് പരിചയപ്പെട്ടു വയ്ക്കണം. 2026 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച UN ജനറൽ അസംബ്ലി പ്രസിഡന്റ് ആരാണ്? അന്നലീന ബെയർബോക്ക് ആണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. 2026 മെയ് മാസത്തിൽ, 2026 മെയ് ആദ്യം ഇന്ത്യ സന്ദർശിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി ആര്? 2026 ഇന്ത്യ സന്ദർശിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി ആര്? നിങ്ങൾ വാർത്തകൾ കണ്ടു കാണും. US സ്റ്റേറ്റ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ മാർക്കോ റൂബിയോ. ആരാണ്? മാർക്കോ റൂബിയോ. അപ്പോൾ 2026 ഇന്ത്യ സന്ദർശിച്ച UN ജനറൽ അസംബ്ലി പ്രസിഡന്റാണ് അന്നലീന ബെയർബോക്ക്. അതുപോലെ തന്നെ 2026 ഇന്ത്യ സന്ദർശിച്ച US സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ആര്? മാർക്കോ റൂബിയോ. മാർക്കോ റൂബിയോ. അപ്പോൾ ആ 2 പേര് ഓർത്തോണം. അതുപോലെ ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ മാർക്കോ റൂബിയോയുടെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കണം. ഇന്ത്യയിലെ ഇപ്പോഴത്തെ അമേരിക്കൻ അംബാസിഡർ ആരാണ്? ഇന്ത്യയിലെ ഇപ്പോഴത്തെ അമേരിക്കൻ അംബാസിഡർ, അല്ലേ? താരിഫിൻ്റെ കാര്യത്തിൽ, നികുതിയുടെ കാര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്ലെയറാണ് ആര്? ഈ പറഞ്ഞ ഇന്ത്യയിലെ അംബാസിഡർ, അമേരിക്കൻ അംബാസിഡർ. അദ്ദേഹത്തിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ സെർജിയോ ഗോറാണ്. എന്താണ്? സെർജിയോ ഗോർ. അപ്പോൾ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ സെർജിയോ ഗോറാണ്. അതേസമയം 2026 ഇന്ത്യ സന്ദർശിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ മാർക്കോ റൂബിയോ ആണ്. ഇനി അവിടെ നല്ലൊരു ചോദ്യമുണ്ട്. 2026 ആദ്യം ഇന്ത്യ സന്ദർശിച്ച 2026 ആദ്യം ഇന്ത്യ സന്ദർശിച്ച UAE പ്രസിഡന്റ് ആരാണ്? അങ്ങനെ ഒരു ചോദ്യവും നിങ്ങൾ പ്രതീക്ഷിച്ചോണം. 2026 ആദ്യം ഇന്ത്യ സന്ദർശിച്ച UAE പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ആണ്.
ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. അൽ നഹ്യാൻ എന്നുള്ളത് ഓർത്താൽ മതി. ഷെയ്ഖ് മുഹമ്മദും ഒക്കെ ഓർക്കാൻ പറ്റും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ആണ് 2026 ആദ്യം ഇന്ത്യ സന്ദർശിച്ച UAE പ്രസിഡന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വയ്ക്കണം. UAE ആയിട്ടൊക്കെ നമുക്ക് നല്ല ബന്ധമാണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് ആ ചോദ്യം ശ്രദ്ധിച്ചു വയ്ക്കണം. നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു. 2026 ആദ്യം ഇന്ത്യ സന്ദർശിച്ച UN ജനറൽ അസംബ്ലി പ്രസിഡന്റ് ആണ് ആരെന്ന് പറഞ്ഞു? അന്നലീന ബെയർബോക്ക് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത്തിരി പഴയ കാര്യമാണ്, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? പർവതേനി ഹരീഷ്, അല്ലേ? ഇന്ത്യയുടെ UN-ലെ സ്ഥിരം പ്രതിനിധിയാണ് ആര്? പർവതേനി ഹരീഷ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2026 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചു തുടങ്ങിയത്. മൊത്തം കാര്യങ്ങളായിട്ടില്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പൂർത്തിയാക്കാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളും വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് ഈ ചാനലിനെ എത്തിക്കുക. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.